തിരഞ്ഞെടുപ്പിനെ അടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി ഇത്തരത്തിലുള്ള ചലഞ്ചസ്, വെല്ലുവിളികൾ വരുമ്പോൾ പൊതുവിൽ ഒരു ഇടതു മുന്നണിയെ ഇത് എത്രത്തോളം തളർത്തുമെന്നാണ് കരുതുന്നത്? കാരണം അങ്ങ് കുറേയേറെ നാളായി തിരഞ്ഞെടുപ്പ് ആ, രാഷ്ട്രീയത്തിലുണ്ട്. അത് കൃത്യമായി ജഡ്ജ് ചെയ്യാനും പറ്റും. ജനങ്ങളുടെ പൾസ് ജഡ്ജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അല്ല, അത് ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സാഹചര്യം നമുക്കറിയാം. അന്ന് ഇടതുപക്ഷം വളരെയധികം പിന്നോട്ട് പോകുന്നൊരു സ്ഥിതി വന്നു. എന്നാൽ നഗരസഭ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്നപ്പോൾ സ്ഥിതി മെച്ചപ്പെടുത്തി. അപ്പൊ അതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി. LDFും UDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേരിയതാണ്. ഉം. അതിന്റെ കണക്കുകളൊക്കെ പുറത്തു അതെ, വന്നിട്ടുണ്ട്. അതെ, നേരിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നഗരസഭാ ഇലക്ഷനിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തിരിച്ചടി ഏറ്റു എന്ന് LDF വിചാരിക്കുന്നില്ല. ചില പ്രശ്നങ്ങൾ വന്നു. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊട്ടു മുമ്പ് സ്ഥാനത്തിരുന്ന ദേവസ്വം പ്രസിഡന്റിനെയും ചോദ്യം ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി ഇവിടെ പാർട്ടിയും ഗവൺമെന്റും എടുത്ത സ്റ്റാൻഡ് എന്താ? ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ അന്വേഷണ സംഘം വന്നു. അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് ഈ നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ആരെങ്കിലും കുറ്റാരോപിതരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കട്ടെ. അതാണ് മുഖ്യമന്ത്രി എടുത്ത നിലപാട്, LDF എടുത്ത നിലപാട്, CPIM എടുത്ത നിലപാട്. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി ഞങ്ങൾ ആ നിലയിലല്ല കാണുന്നത്. കുറച്ച് വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം എന്താ? ഇവിടെ ഒരു തുടർഭരണം വന്നതിന്റെ ഭാഗമായി വലിയ വികസന മുന്നേറ്റം നാടൊട്ടുക്ക് നടന്നിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം അടക്കം, പവർ ഗ്രിഡ് അടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം, വിഴിഞ്ഞം തുറമുഖം അടക്കം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. പെൻഷൻ അടക്കമുള്ള ക്ഷേമ പരിപാടികൾ നടക്കുന്നു. 4 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അത് റിഫ്ലക്ട് ചെയ്യും. ഞങ്ങൾ കാണുന്നത് അതാണ്. കാരണം കേരളത്തിന്റെ ഒരു സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നിപ്പോ അതിദാരിദ്ര്യം ഇല്ലാതാക്കി നമ്മൾ കേവല ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇതൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പ്രതിഫലിക്കുകയല്ലേ? ഗവൺമെന്റ് നടത്തുന്ന ഓരോ ഇടപെടലുകളും സാധാരണപ്പെട്ട മനുഷ്യർക്ക് സഹായമാണ്. ഇപ്പോൾ ഇത്രയും രൂപ പെൻഷനായി കിട്ടുന്ന ആളുകൾ അത് മറക്കാൻ വേണ്ടി കഴിയുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അതുണ്ട്. ഈ സർക്കാർ ഉള്ളത് കൊണ്ടാണ് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഈ സംവിധാനങ്ങൾ ലഭ്യമാകുന്നത്. അത് തുടരണമെന്ന് ജനം ആലോചിക്കും. അതേസമയം നഗരസഭാ ഇലക്ഷന് അതല്ല ചിന്തിച്ചത്. ഇത് വേറൊരു ഇലക്ഷനാണ്. അവിടെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒക്കെയാണ് ഉയർന്നു വരിക. അവിടെ വരേണ്ട ഒരു വിഷയം എനിക്കൊന്ന് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തൽ കൃത്യസമയത്ത് വേണമായിരുന്നു. അത് വ്യക്തമായി തന്നെ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കൊന്ന് അവസാന നിമിഷമാണെന്ന് തോന്നുന്നു പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടിയെടുത്തത് ശരിയായ രീതിയിൽ. കാരണം ഒരു 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 കോർപ്പറേഷൻ പോലെ ഒരു വലിയ ബോഡി, അതും തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ, നമ്മുടെ തലസ്ഥാനമാണ്. ഇവിടുത്തെ കോർപ്പറേഷൻ 4.5 പതിറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്നതാണ്. അത് ഇത്തരത്തിൽ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ കുറച്ചുകൂടി പക്വത കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പരിചയക്കുറവ് മൂലം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പാർട്ടിയാണ് ഇടപെടേണ്ടത്. പക്ഷേ പാർട്ടി അത് ഇടപെട്ടില്ല എന്ന വിമർശനം മുന്നണിക്ക് ഉള്ളിൽ നിന്നും രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നതാ അതിലേക്ക് അതും അങ്ങനെ ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറയുകയാണ്, വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ്. CPMനെ, മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്ത് വരികയാണ്. തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല. CPMനും CPIക്കും തിരുത്തലുകൾ നിർദ്ദേശിക്കാമായിരുന്നു. ഈ അവസാന നിമിഷത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ വേണ്ട തിരുത്തൽ വേണ്ട സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതാണ്. അല്ല, തെരഞ്ഞെടുപ്പ് തിരിച്ചടി വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പാർട്ടി സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ അംഗമായിരിക്കുന്ന ഘടകത്തിനകത്ത് വരുന്ന വീഴ്ചകളും കുറവുകളും ഒക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അത്തരം വേദികളിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പൊ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും അധികം വികസനം നടന്ന, നേരത്തെ പറഞ്ഞതുപോലെ കാലഘട്ടം വേറെ ഇല്ല. ഇത്രയും അധികം അവാർഡുകളും മറ്റു കാര്യങ്ങളും, നഗരഭരണം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അപ്പൊ അതൊക്കെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ പാളിച്ചവും ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്.